ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി അപ്ഡേറ്റ്സ് അത് നമ്മൾ പറയാൻ വേണ്ടി ഇപ്പോൾ ഈ ക്രിസ്മസ് റിലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. ഈ ക്രിസ്മസ് നമ്മൾ ഒരുപാട് കാത്തിരിക്കുന്ന വലിയ വലിയ ചിത്രങ്ങളാണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനിടയിൽ ചെറിയ ചിത്രങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ചിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്, അതിൽ ആര് വിജയിക്കും, ആരായിരിക്കും വിൻ ചെയ്യുന്നുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഒന്നാം ചിത്രം ഡിസംബർ 21 റിലീസ് ചെയ്യുന്ന പോകുന്ന മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടിലൊരു ചിത്രമാണ് നേരെന്ന് പറഞ്ഞിട്ടുള്ള മൂവി. ഒരു കമ്പ്യൂട്ടർലി ഒരു അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഇമോഷണൽ ഡ്രാമയാണ് നേരെന്ന് പറഞ്ഞിട്ടുള്ള മൂവി. നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് പ്രധാനമായും ഒരു കോർട്ട് റൂം ഡ്രാമയാണ്. അതായത് കോടതിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് മുന്നോട്ട് പോയിട്ടുള്ള ഒരു പക്ഷേ മലയാള ചിത്രത്തിൽ മേലുവിലാസത്തിന് ചിത്രത്തിന് ശേഷം ഇത്രയേറെ കോർട്ടും സീൻസ് വരുന്ന ചിത്രം ഒരു പക്ഷേ നേരായിരിക്കാം എന്നാണ് അവർ അവകാശപ്പെടുന്നത്. കാരണം ഇമോഷണലായിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ഒരുപാട് രംഗങ്ങൾ ചിത്രത്തിലുണ്ട്. ടീസറിൽ നിന്നും തന്നെ വ്യക്തമാണ്. അപ്പോൾ മോഹൻലാലിൻ്റെ ഒരു തിരിച്ചറിവ് തന്നെയാണ് ആരാധകരും എല്ലാവരും ഉറ്റുനോക്കുകയും എനിക്കും വളരെ ഏറെ പ്രതീക്ഷയുള്ള ചിത്രം തന്നെയാണ് നേരെന്ന് പറഞ്ഞിട്ടുള്ള മൂവി. കാരണം ലാലേട്ടൻ്റെ ഗംഭീരമായി തിരിച്ചറിയ ഇപ്പോൾ ജിത്തു ജോസഫ് എന്ന് പറയുന്ന സംവിധായകൻ, അതുപോലെ തന്നെ ശാന്തിനി എന്ന് പറയുന്ന ഒരു പുതുമുഖ തിരക്കഥാകൃത്ത്, ഇവരെല്ലാവരും കൂടി ഒന്നിക്കുമ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു നല്ല ചിത്രം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ ജഗദീഷ്, ഗണേഷ് കുമാർ, അനശ്വര തുടങ്ങിയവർക്ക് ഗംഭീരമായ പ്രകടനങ്ങൾ ഇതിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നേരെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഡിസംബർ 21 നേരെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന എൻ്റെ ട്രെയിലറൊക്കെ യൂട്യൂബിൽ ലഭ്യം തന്നെയാണ്. അപ്പോൾ ട്രെയിലർ കാണാത്തവരും ട്രെയിലർ ഒന്ന് കണ്ടു നോക്കുക. എന്തായാലും നേരിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഡിസംബർ 21 റിലീസ് ചെയ്യുന്ന മറ്റൊരു മൂവിയാണ് ഡുങ്കി എന്നാണ് മൂവിയുടെ പേര്. നമ്മുടെ രാജ്കുമാർ, ഹിറാനി, അതുപോലെ തന്നെ SRK, ഷാറുഖ് ഖാനും കൂടി ഒന്നിക്കുന്ന പ്രത്യേകത കൂടി ചിത്രത്തിലുണ്ട്. കാരണം അവർ മുന്നേ ഏതൊക്കെ ചിത്രത്തിൽ ഒന്നിച്ചിട്ടുണ്ട്, അതെല്ലാം ഗംഭീരമായ വിജയം തന്നെയാണ്. ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബുക്ക് മൈ ഷോയിൽ ഏകദേശം 40,000-ഓളം ടിക്കറ്റുകൾ ഇതുവരെയും വിറ്റ് പോയിട്ടുള്ളത് എന്ന പ്രത്യേകതയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം മണിക്കൂറുകൾക്കുള്ളിൽ അപ്പോൾ അത് അത്രയേറെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. കാരണം ഒറ്റ ബ്രാൻഡ് രാജ്കുമാർ, ഹിറാനി എന്ന് പറയുന്ന സംവിധായകൻ്റെ ഉള്ള വിശ്വാസം, അതുപോലെ തന്നെ SRK, ഈ രണ്ട് ടീമും കൂടി ഒന്നിക്കുമ്പോൾ നിരാശ എന്ന് പറഞ്ഞ സംഭവം എവിടെയും സംഭവിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് പ്രധാനമായിട്ടും ഒരു അന്യരാജ്യങ്ങളിലേക്ക് ജോലി തേടി പോകുന്ന ചെറുപ്പക്കാരെ കഥയാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ ചതിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് ട്രെയിലറും അത്യാവശ്യം പ്രോമിസ് തന്നെയാണ്. വ്യത്യസ്തമായ രീതിയിൽ തന്നെ ട്രെയിലറും പാട്ടുകളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും SRKയുടെ നമ്മുടെ പ്രധാന ശേഷം ഗംഭീരമായ പ്രകടനം തന്നെ നമുക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചിത്രം ഡിസംബർ 22 റിലീസ് ചെയ്യുന്ന സലാർ എന്ന് പറയുന്ന ഒരു ബാനർ റിലീസ് മൂവിയാണ് സലാർ. നമുക്കറിയാം KGF 1, KGF 2 എന്ന് പറയുന്ന ഇതിലൂടെ തന്നെ ബ്രാൻഡായി മാറിയ പ്രശാന്ത് എന്ന് പറയുന്ന ഒരു സംവിധാനമുള്ള വിശ്വാസം തന്നെയാണ് സലാർ പ്രതീക്ഷിക്കുന്നത്. പ്രശാന്തിനെ കൂടാതെ പിന്നെ പ്രഭാസനും അദ്ദേഹത്തിന് മുൻ ചിത്രങ്ങളെല്ലാം വൻ പരാജയങ്ങൾ പോലും ആരാധകർ പോലും ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ വിശ്വാസത്തോടെ കാത്തിരിക്കുന്ന മൂവി തന്നെയാണ് സലാർ എന്ന് പറഞ്ഞിട്ട് മൂവി. ദേവെന്നും പറയുന്ന കഥാപാത്രം എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാകും നമുക്ക് എന്തായാലും കണ്ടു തന്നെ സാധിക്കും. ട്രെയിലറെല്ലാം നല്ല പ്രോമിസ്ഡ് ആയിട്ടുള്ള ട്രെയിലർ തന്നെയായിരുന്നു ഇതുവരെ ഉണ്ടായിട്ടുള്ളതും. അതുപോലെ തന്നെ പ്രഭാസിനെ കൂടെ നമ്മുടെ പൃഥ്വിരാജ് കുമാരനും ഇമ്പോർട്ടൻ്റ് റോൾ വരുന്നുണ്ട്. രണ്ട് സുഹൃത്തുക്കളുടെ കഥയാണെന്നാണ് സലാറിൽ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടുള്ളത്. എന്തായാലും സലാർ കാത്തിരിക്കാൻ വ്യത്യസ്തമായ ചാനൽ തന്നെയായിരിക്കാം. അതും കൂടാതെ സലാറിൽ നമ്മുടെ KGF റോക്കി ബൈ യഷിൻ്റെ ഒരു ഇൻട്രോ സീനും ഉണ്ടാവുമെന്ന് കേൾക്കുന്നുണ്ട്. നമുക്കെന്തായാലും എത്രത്തോളം സത്യമാണെന്ന് അറിയാൻ ചിത്രം കണ്ട ശേഷം മാത്രമായിരിക്കും അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ സാധിക്കുള്ളൂ. എങ്കിലും ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിലും സലാർ വളരെയധികം വിശ്വാസം അർപ്പിക്കുന്നു. ഞാൻ പ്രശാന്തിൽ എന്ന് പറയുന്ന വ്യക്തികൾ തന്നെയാണ്. അദ്ദേഹം ഒരിക്കലും നിരാശപ്പെടുത്തില്ല. എന്തായാലും പണിയെടുത്ത് തന്നെയുള്ള എന്തായാലും അതിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരം ചിത്രമാണ് ക്രിസ്മസ് റിലീസുമായി ബന്ധപ്പെട്ടിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ പിറ്റത്തെ ആഴ്ച, അതായത് 29 ക്യൂൻ എലിസബത്ത് എന്ന് പറയുന്ന ചിത്രം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. മേരി ജാസ്മിൻ നാരായൺ കൂട്ടർ തന്നെയാണ്. അപ്പോൾ ജനുവരിയിൽ കടന്നത് നമ്മുടെ ജയറാമേട്ടൻ്റെ എബ്രാം മൂസിലർ, ലാലേട്ടൻ്റെ മലയക്കോട്ടൽ ബാലം ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. എങ്കിലും ക്രിസ്മസ് റിലീസിൽ 3 ചിത്രങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതിനാണ് കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരായിരിക്കും വിൻ ചെയ്യുക എന്നൊന്നും അഭിപ്രായം രേഖപ്പെടുത്തുക. ഏറ്റവും കൂടുതൽ കളക്ഷൻ ആര് ചിത്രത്തിനായിരിക്കും. കാരണം വലിയ ചിത്രങ്ങൾ കൂടെ നമ്മുടെ ലാലേട്ടൻ്റെ നേരിടേണ്ടി വരുമോ എന്നുള്ള കമൻറ്റ് നിങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താം. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ എന്ന കാര്യം പരിഗണിക്കുക. അതായിരിക്കും. ബൈ ബൈ ഫ്രണ്ട്സ്.